ഈ സദേൺ സ്റ്റാർ നമ്മുടെ മലയാളി സാമൂഹിക ജീവിതത്തിലെ ഒരു വെള്ളി നക്ഷത്രോദയമായി എനിക്ക് മനസ്സിലാക്കുന്നത്. ശരിക്കും ഒരു സദേൺ സ്റ്റാർ ഇവിടെ മലയാളികളുടെ ജീവിതത്തിൽ ഉദിക്കുകയുണ്ടായത്. അത് ശുക്ര നക്ഷത്രം പോലെ തെളിയുകയും അതുപോലെ തന്നെ പ്രഭാപ്രസരം പടർത്തി മലയാളികളുടെ ജീവിതത്തെ ധന്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ശ്രീ പി ആർ നായർ എന്ന വ്യക്തി എങ്ങനെ ഈ 10,000 രൂപ മൂലധനം ശേഖരിച്ചുകൊണ്ട് തുടങ്ങിയ ഒരു സംരംഭം 30 കോടി രൂപയുടെ ആസ്തിയോടുകൂടിയ ഒരു സംരംഭമായി വളർത്താൻ എങ്ങനെ സാധിച്ചു. പ്രത്യേകിച്ചും മലയാളികളുടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടന. വളരെ ചുരുക്കം അംഗങ്ങളോട് തുടങ്ങിയ ഈ സംഘം 21,000 ആളുകളുടെ ഒരു മഹാസംഘവുമായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വ്യക്തിയുടെ പി ആർ നായരുടെ സ്വഭാവശുദ്ധിയാണ് ഞാൻ കാണുന്നത്. വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പുലർത്തുന്ന സ്വഭാവശുദ്ധി, ഏറ്റവും വിശ്വസനീയമായ അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതി, സുതാര്യമായ ശുദ്ധി, ഏറ്റവും വിശ്വസനീയമായ അദ്ദേഹത്തിൻ്റെ കർമ്മപദ്ധതി, സുതാര്യമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് ഈ സംഘടനയുടെ വിജയത്തിൻ്റെ പിന്നിലുള്ളത്. ഇത് എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു എത്രയോ എങ്ങനെ ഈ പേര് ഈ സദേൺ സ്റ്റാർ എന്ന പേര് എനിക്കറിയില്ല. പക്ഷേ അത് എന്നും വിളങ്ങി നിൽക്കുന്ന തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാറായിട്ട് തന്നെ, ഒരു വെള്ളി നക്ഷത്രമായിട്ട് തന്നെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ അംഗങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പി ആർ നായരുടെ ഈ പ്രവർത്തനം അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം നേടിക്കൊടുത്തത്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇതുപോലുള്ള സൊസൈറ്റികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനത്തിലുള്ള അംഗീകാരമാണ് ശ്രീ പി ആർ നായർ നേടിയെടുത്തത്. അതിന് അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം അനുമതി. നമ്മുടെ നാട്ടിൽ പരസ്പര സഹായ സംഘം എന്ന പേരിലാണ് ആദ്യകാലം മുതൽ ഈ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായത്. ചെറിയ തോതിൽ നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം പരസ്പര സഹായ സംഘങ്ങളുണ്ട്. എൻ്റെ ഗ്രാമത്തിൽ ഈ അത്യാവശ്യത്തിനുള്ള സഹായം കിട്ടിയിരുന്നത് പരസ്പര സഹായ സംഘം. അവിടെയുള്ളവരുടെ മൂലധനം നിക്ഷേപിക്കുക, അവർക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള പരസ്പര സഹായ സംഘങ്ങളാണ് നമ്മുടെ നാട്ടിൽ ആദ്യകാലങ്ങളിൽ ഉണ്ടായത്. അതിൻ്റെ വികസിത രൂപമാണ് ഇപ്പോൾ നമ്മൾ വലിയ അർബൻ സൊസൈറ്റി ഇതെല്ലാം. പക്ഷേ ഇന്നും ആ പരസ്പര സഹായ സംഘം നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ മഹത്തായ സ്വാധീനം ചെലുത്തി. നമ്മുടെ പഞ്ചവത്സര പദ്ധതിക്കാലത്ത്, പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു 3-4 പദ്ധതിക്കാലത്ത് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് വളരെയധികം പ്രാധാന്യം നൽകി. അന്ന് സോഷ്യലിസത്തെ പറ്റിയും സോഷ്യലിസ്റ്റ് പാറ്റേൺ സൊസൈറ്റിയെ പറ്റിയും വളരെയധികം ചർച്ച ചെയ്തിരുന്ന കാലമായി. നമുക്ക് സോഷ്യലിസം നമ്മുടെ ആദർശമായി അംഗീകരിക്കാൻ ഉള്ള വ്യഗ്രതയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതി ഉണ്ടായത്. അതിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് മുഖ്യമായ പങ്കുവഹിച്ചത്. എല്ലാ രംഗത്തും, കാർഷിക രംഗത്തും ചെറുകിട വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് പോലും ഈ സഹകരണ പ്രസ്ഥാനം അത്യധികം സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഓർമ്മയുണ്ട്, ഈ സഹകരണ പ്രസ്ഥാനത്തിൽ ചെയ്ത കൂട്ടുകൃഷികൾ, അക്കാലത്ത് പഞ്ചവത്സര കാലത്ത് കൂട്ടുകൃഷികൾ, ഇതെല്ലാം ഒരു പക്ഷേ അത് സോവിയറ്റ് യൂണിയൻ്റെ ഈ സോഷ്യലിസത്തിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു സ്വാധീനമുണ്ട്. ഈ കൂട്ടുകൃഷി നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു കാലമുണ്ടായി. എല്ലാ സ്ഥലത്തും ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനം വളരെയധികം സംഭാവന ചെയ്തു. ഇങ്ങനെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ വീക്ഷണത്തിൽ, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലുമെല്ലാം സഹകരണ പ്രസ്ഥാനം വലിയ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ന് ആലോചിക്കുമ്പോൾ അവരെല്ലാം നിസ്വാർത്ഥ സേവനം നടത്തിയ വ്യക്തികളായി. ഈ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നേട്ടങ്ങൾ പലപ്പോഴും ഈ കൂട്ടായ പ്രവർത്തനങ്ങൾ. അന്ന് ഈ സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഒരു നാട്ടിലുണ്ടാകുന്ന അഭിവൃദ്ധി
എൻ്റെ ഒരു നാടകമുണ്ട്. ഇത് നമ്മുടെ നാടാണ്. ആ നാടകം സഹകരണ പ്രസ്ഥാനം കൊണ്ട് ഒരു ഗ്രാമത്തിലുണ്ടാകുന്ന അഭിവൃദ്ധി, നാട്ടിൽ മുഴുവൻ ഉണ്ടാകുന്ന അഭിവൃദ്ധി. എനിക്ക് ആദ്യം കിട്ടിയ സംഗീത നാടക സോങ് ആൻഡ് ഡ്രാമാറ്റിക് കിട്ടിയ അവാർഡ് ആ നാടകത്തിൽ. ആ നാടകം പല സ്ഥലത്തും കൊണ്ടുനടക്കുകയും പല ഭാഷകളിൽ തർജ്ജമ ചെയ്യുക. അത് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വിജയം എല്ലാ ജീവിത മേഖലകളിലും നമ്മുടെ സഹകരണം കൊണ്ട് ഉണ്ടാക്കാവുന്ന നേട്ടങ്ങൾ ആയിരുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു സംഘടിത പ്രസ്ഥാനമായതോടുകൂടി നാട്ടുമ്പുറങ്ങളിൽ ഇത്രത്തോളം പഴയ പരസ്പര സഹായ സംഘം എന്നുള്ള ആ കോൺസെപ്റ്റ് ഇന്ന് മാറിയിട്ടുണ്ടെന്ന് സംശയമുണ്ട്. ഏതായാലും നമ്മുടെ സാമ്പത്തികവും സാമൂഹികമായ പുരോഗതിക്ക് ശരിയായ അടിസ്ഥാനം കൊടുക്കുന്നത് സഹകരണ പ്രസ്ഥാനം. ഇവിടെ ഉയർന്നാരെ പോലുള്ള അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ജീവനാടി. ഇവർക്കെല്ലാം ഈ പ്രസ്ഥാനം കൊണ്ട് അവരിൽ നൽകുന്നത് ഇപ്പോൾ 21,000 ആൾക്കാർ ഇതിലംഗങ്ങളാണ്. 21,000 കുടുംബങ്ങളാണ്. 26,000 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാർ അതിൽ കൊണ്ട് ഗുണഭോക്താക്കളായിത്തീരുന്നു. ഇവിടെ ഈ എപ്പോഴും പോകുന്നതോറും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഗുണം അനുഭവിക്കാൻ ഉതകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. ഇത് ഓരോ വർഷം ചെല്ലുന്നതും ഇന്ന് വളർച്ച അംഗസംഖ്യയിൽ മാത്രമല്ല പ്രവർത്തന വൈവിധ്യത്തിലും കൂടി വളർന്നു പോകുന്നുണ്ട്. ഇങ്ങനെ വളരെയധികം പുതിയ സഹകരണത്തോടുകൂടി ഈ 21,000 ആൾക്കാരുടെ സഹകരണത്തോട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഒരുപക്ഷേ മലയാളികളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ പ്രവർത്തകരുടെ ശുഷ്കാന്തിയും പ്രവർത്തകരുടെ ആത്മനിഷ്ഠയും പ്രവർത്തകരുടെ വിശ്വാസ്യതയും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് തന്നെ മഹത്തായ ഒരു കാര്യമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും വിജയമാണ്, എല്ലാവരുടെയും അധ്വാനമാണ്. അത് കൂടുതൽ അധ്വാനത്തിനും വിജയത്തിലും കലാശിക്കട്ടെ എന്ന് ഇവിടെ എല്ലാവരുടെയും നന്മ ഇതിൻ്റെ ലക്ഷ്യമായിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം അവസാനിക്കുന്നു. നമസ്കാരം.